പ്രവീണിൻ്റെ ഭാര്യ ആദ്യം നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ഇവിടെ ഉണ്ടാകുന്നത്, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, എന്താണ് ഈ ദൃശ്യങ്ങൾ നമുക്ക് കൈമാറാനുള്ള കാരണം? ഇത് 16 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. പുള്ളിക്കാരൻ ഡെയിലി ജോലിക്കൊക്കെ പോവും, ക്യാഷൊക്കെ കൊണ്ടുതരും. പക്ഷെ അതല്ല വിഷയം. നിരന്തരം മദ്യപാനവും മോന ഉപദ്രവം. ഒരു മോളൂടെ ഉണ്ട്. മോന ഭയങ്കരമായിട്ടുള്ള ഉപദ്രവം. ഡെയിലി അടി. മോൻ 4 വർഷം കൊണ്ട് ഇത് സഹിക്കുകയാണ്. ഇനി വയ്യ. ഇതിപ്പം എനിക്ക് ആരും ഇടപെടണ്ടെന്ന്, എൻ്റെ സഹോദരങ്ങളടുത്തായാലും ഞാൻ ആരും ഇടപെടണ്ടെന്ന് പറഞ്ഞ് ഞാനിപ്പോൾ സ്വന്തമായിട്ട് തീരുമാനം എടുത്ത് ഇതിലോട്ട് മുന്നോട്ട് ഇറങ്ങിയത്. എങ്ങനെയാണ് ചെയ്യുന്നത്? മോനിപ്പോൾ എത്ര വർഷമായി ഇപ്പം ചെയ്തു തുടങ്ങിയിട്ട്? മോന് 3-4 വർഷം കൊണ്ട്. പക്ഷേ പുള്ളിക്കാരൻ നോർമലാകുമ്പോൾ മോൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹം. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. മദ്യപിക്കുന്ന സമയത്താണ് അടി. മദ്യപിക്കുന്ന സമയത്താണ് അടിയെന്ന് വെച്ചാൽ ക്രൂരമായിട്ടുള്ള മർദ്ദനം. ഇപ്പോഴും മോന് ഇതിനൊന്നും താല്പര്യമില്ല പറയാനൊന്നും. പക്ഷെ ഞാൻ സ്ട്രോങ് ആയതുകൊണ്ട് ഇനി എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് ഉറപ്പായി. അതുകൊണ്ടാണ് ഞാൻ ഇതിന് മുന്നിട്ടിറങ്ങിയത്. എന്താ ചെയ്തത്? നേരത്തെ അവനെ നാണം കെടുത്താനോ ഒന്നിനും വേണ്ടിയിട്ടല്ല. എനിക്കിത് പുറത്ത് പറയണം, പുറത്ത് പറഞ്ഞ് ഇതിനൊരു പരിഹാരം ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. പോലീസിൽ കൊടുക്കുന്നതിന് മുമ്പ് നമ്മളെ സമീപിക്കാമെന്ന് താങ്കൾ തീരുമാനിക്കാൻ കാരണം എന്തോ എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നി. എന്നെ കുറേ പേര് ഉപദേശിച്ച്. നേരത്തെ പോലീസ് കൊടുത്തു അല്ലേ? മറ്റു വിഷയങ്ങളെ എൻ്റെ അമ്മയെ ഉപദ്രവിച്ചു മാരകമായിട്ട്. കണ്ണ് ഓപ്പറേഷൻ ചെയ്ത് ഇവിടെ എൻ്റെ വീട്ടിൽ വന്ന് നിന്നപ്പോൾ മുടിയോട് ചുറ്റിപ്പിടിച്ച് കണ്ണിലൊക്കെ അടിച്ചു. ഞാൻ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചപ്പോൾ അത് അമ്മ എന്തോ പറഞ്ഞിട്ടല്ലേ അത് ചെയ്തത് എന്നായിരുന്നു മറ്റുള്ളവരുടെ മറുപടി. അതായത് പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. ഇത്ര ക്രൂരത ചെയ്തിട്ടും എല്ലാം മുഖ്യമൊരു സപ്പോർട്ടാണ്. ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ എനിക്ക് അറിഞ്ഞൂടാ. ഈ വീഡിയോ അയച്ചു കൊടുത്തിട്ട് പോലും ഒരു ഫോൺ കോളോ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ അവർക്കെതിരെ ഞാൻ പറയുന്നതല്ല, എന്നെ അടിക്കുന്നതല്ല വിഷയം, എൻ്റെ മോൻ അടിക്കുന്നതാണ് വിഷയം. എൻ്റെ മോളെ ഒന്നും ചെയ്യാറില്ല, എൻ്റെ മോൻ അടിക്കുന്നതാണ് വിഷയം. മോനും ഇപ്പോഴും താല്പര്യമില്ല ഇതൊന്നും പുറത്തറിയിക്കരുത് അമ്മാന്ന്. പക്ഷേ ഗതികേട് കൊണ്ടാണ് എനിക്ക് വേണ്ടി പോരാടാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പോയിട്ട് അവിടെ പരാതി കൊടുത്തു, കൗൺസിലിംഗ് നടത്തി അല്ലേ? ഇന്ന് സ്കൂളിൽ നിന്ന് എന്താ പറഞ്ഞേ? സ്കൂളിൽ നിന്ന് അവർ ഇത്രയും ദിവസം എന്തിനു ഒളിച്ചു വെച്ചു എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു കുടുംബമല്ലേ, പോട്ട്. അപ്പം ഇപ്പം എനിക്ക് ഉറപ്പായി അവനെ കൊല്ലും എന്ന് എനിക്ക് ഉറപ്പായി. ഞാൻ അതിന് മുന്നിട്ടിറങ്ങിയതാണ്. അല്ല ഭീകരമായിട്ടല്ല, 2 അടിയൊക്കെ കൊടുക്കുള്ളൂ. പക്ഷെ അത് ഭയങ്കര സ്ട്രോങ് ആണ്. കഴുത്തിന് പിടിച്ച് ഇങ്ങനെ ചേർത്തിങ്ങനെ വച്ചേക്കും. കുറേ ടൈം ചേർത്ത് വെച്ചിട്ട് എനിക്ക് ചെന്ന് പിടിക്കാനുള്ള അത്രയ്ക്ക് ബലമായിരിക്കും പുള്ളിക്കാരനെ കുടിച്ചിട്ട് വരുമ്പോൾ. പക്ഷേ ജോലിക്ക് പോകും, ക്യാഷ് കൊണ്ടുവരും. ഇതാണ് ബാക്കി എല്ലാവരുടെയും മറുപടി. നിന്നെ നോക്കുന്നല്ലോ, പിള്ളേരെ നോക്കുന്നല്ലോ, ജോലിക്ക് പോകുന്നല്ലോ, ക്യാഷ് കൊണ്ടുവരുന്നല്ലോ എന്നാണ്. നിങ്ങളെ മർദ്ദിച്ചുകൊണ്ടാണോ തുടങ്ങുക? ആദ്യം എന്നെയായിരുന്നു ഒരു 2 വർഷം മുന്നേ വരെ. ഇപ്പോൾ 1-2 വർഷം കൊണ്ട് മോനുമായിട്ട്. അതായത് മോൻ വലുതായപ്പോൾ മോൻ പ്രതികരിക്കാൻ തുടങ്ങി. ഇത് കാണുമ്പോൾ എന്നെ അടിക്കണ കാണുമ്പോഴും മദ്യപിച്ച് എന്നെ അസഭ്യം പറയുന്നത് കാണുമ്പോഴും പ്രതികരിക്കാൻ തുടങ്ങി. എനിക്ക് വേണ്ടി ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ മുന്നിട്ടിറങ്ങാമെന്ന് ഞാൻ സ്വയം ഒരു തീരുമാനം എടുത്താണ്. ഇതിൽ വേറെ ആർക്കും പങ്കില്ല. ഞാൻ എൻ്റെ അമ്മ മെൻ്റലി ഓക്കെ അല്ലാത്ത ആളാണ്. ഞാനും അങ്ങനെയായി, എൻ്റെ മക്കൾക്ക് ആരും ഇല്ലാതെ ആവും. അതുകൊണ്ട് ഞാൻ ഒന്ന് സ്ട്രോങ് ആയി, അത്രേ ഉള്ളൂ. ഈ മോൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സ്മൃതി, സങ്കടമാണ് ഇവരുടെ കാര്യം. ഇവർ വിശദീകരിച്ചിട്ടുണ്ട് ഇപ്പം നമ്മളോട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അവർ പോയത് എന്നുള്ളത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യത്തിന് തയ്യാറെടുത്തത് എന്നുള്ളത്. എന്തായിരുന്നു മോനെ ആ വീഡിയോയിൽ കാണുന്നത്? എന്താണ് അത്? ആദ്യം അമ്മയെ കുറേ പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ട്. ഇതെപ്പോഴും മിനിഞ്ഞാന്ന് രാത്രിയാണോ? മിനിഞ്ഞാന്ന് രാത്രി. അപ്പം അമ്മ ഇടപെട്ടപ്പം ഇങ്ങോട്ട് വന്ന് എൻ്റെ അടുത്ത് കുറേ പറഞ്ഞ് എന്നെ അടിച്ച്. അപ്പം ഞാൻ കൊണ്ടുവന്നപ്പോൾ എൻ്റെ മൊബൈൽ എടുത്ത് പൊട്ടിക്കുമെന്ന് പറഞ്ഞപ്പം ഞാൻ മൊബൈൽ പൊട്ടിക്കേണ്ടി വന്നപ്പോൾ എന്നെ അടിച്ച് എടുത്തിട്ട് നല്ല അടി വന്ന് വിളക്കൊക്കെ എടുത്ത് അടിക്കാൻ വന്ന്. അപ്പം അതാണ്. ആ മൊബൈൽ താഴെ വെച്ച് വിളക്കുകൊണ്ടിങ്ങനെ അടിക്കുന്നത് അടിച്ച് പൊട്ടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. എന്താ പൊട്ടിക്കാൻ നോക്കിയാണ്. ആദ്യം പേടിപ്പിക്കാൻ, പിന്നെ പൊട്ടിക്കാൻ പോയപ്പോഴേക്കും അനിയത്തി കിടന്ന് വിളിച്ചപ്പോൾ മൊബൈലിൽ നിന്ന് അടുത്ത് വന്ന് എടുത്ത് എറിഞ്ഞാണ്. മോനെ അടിക്കുമ്പോൾ അനിയത്തി അടിക്കില്ല അല്ലേ? അനിയത്തിയോട് സ്നേഹമാണ്, അടിക്കില്ല. അനിയത്തിയുടെ സ്നേഹമോ അനിയത്തിയൊന്നും ചെയ്യാറില്ല. ഇതിപ്പം ഒരുപാട് മോൻ അറിയുന്ന കാലം മുതലേ ഉണ്ടോ? കുറേ വർഷമായോ തുടങ്ങിയിട്ട്? 3-4 വർഷം കൊണ്ട് ഇപ്പം എന്നെയാണ് ടാർഗറ്റ്. ചുമ്മാ എന്നെ അടിച്ച്. ഈ മിനിഞ്ഞാന്നത്തെ അന്ന് എന്തെങ്കിലും കാരണം ഉണ്ടായോ? രാത്രി അമ്മ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ അമ്മയെ കുറേ പറഞ്ഞു. അപ്പം ഞാൻ ഇടപെട്ട്. അപ്പം അങ്ങനെ ജോലിക്ക് പോകും അല്ലേ? അമ്മ ജോലിക്ക് പോയിട്ട് വന്നപ്പം പറഞ്ഞപ്പം എന്നെ എടുത്തിട്ട് അടിച്ചു. ഇത് തന്നെ കാര്യം, ഒരു കാര്യവുമില്ല, ചുമ്മാ അടിക്കും.
ഈ മർദ്ദിക്കുന്ന ആളുടെ പ്രവീണിൻ്റെ ബന്ധുക്കളിൽ പലരും അവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മളിവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരൻ ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങളത് സംസാരിച്ച് നിങ്ങൾ തമ്മിൽ വേർപിരിയാന്നല്ലാതെ എന്തിനാണ് ഇത് സമൂഹത്തെ അറിയിക്കുന്നത് എന്ന രീതിയിലൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. പക്ഷേ ഇവരുടെ കൂടെയുള്ള ഇവരുടെ ബന്ധുക്കൾ, ഈ സ്ത്രീയുടെ ബന്ധുക്കൾ പൂർണ്ണമായും ഇവരുടെ നിലപാടിനൊപ്പം തന്നെയാണ്. കാരണം ഇത്രയും വർഷമായി ഇത് സഹിക്കുന്നു, ഇത് ആളുകൾ അറിയട്ടെ എന്ന നിലപാടിൽ തന്നെയാണ് അവരുള്ളത്. ഇതിലിപ്പോൾ മാരായമുട്ടം പോലീസിൽ നേരത്തെ ഒരു പരാതി കൊടുത്ത് അവർ ശരിയായി ഇടപെടാത്തത് കൊണ്ടാണ് ഇവർക്ക് അതിൽ ഒരു ആത്മവിശ്വാസമില്ലാത്തത്. അതുകൊണ്ട് തന്നെയാണോ പോലീസ് പരാതി കൊടുക്കാത്തത്? അതുകൊണ്ട് തന്നെയാണ് പോലീസിൽ പരാതി കൊടുക്കാത്തത്. ഇവിടെ മാരായമുട്ടം പോലീസ് സ്റ്റേഷനിൽ പലയിടത്തും ഇവിടെ ഒത്തുതീർപ്പിന് വരും, അവർ ഒത്തുതീർപ്പാക്കും, അവർ പോകും. പിന്നെ അവരെ എനിക്ക് അതിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അവിടെ പരാതി കൊടുക്കാത്തത്. നേരത്തെ ഇത് എത്ര കാലം മുമ്പായിരുന്നു? അമ്മയെ മർദ്ദിച്ച സമയത്താണോ പറയുന്നത്? അവർ വിളിച്ചു പറഞ്ഞു ഇവിടെ വന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഭർത്താവ് മദ്യലഹരിയിലായിരുന്നു. അപ്പോൾ പറഞ്ഞു ഇന്ന് എന്തായാലും സംസാരിക്കാൻ പറ്റൂല, ഒന്ന് ഓക്കെ ആയി നേരെയൊക്കെ പോകാൻ നോക്കുമെന്ന് പറഞ്ഞിട്ട് അവർ പോയി. പിന്നെ ഞാൻ പിറ്റേ ദിവസം പോകാൻ താല്പര്യപ്പെട്ടു. കൗൺസിലിംഗ് നടത്തിയല്ലേ? അവർ ചൈൽഡ് ലൈന് കൈമാറുന്നാണോ പറഞ്ഞത്? കൈമാറുമെന്നാണ് പറഞ്ഞത്. ഇപ്പോഴും എൻ്റെ മോൻ എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞ് അച്ഛനെ ഒന്നും ചെയ്യരുത് എന്നാണ് എൻ്റെ മോൻ ഇപ്പോഴും. എൻ്റെ മക്കൾക്ക് അങ്ങനെ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട്. ഒന്നും ഉണ്ടാവരുതെന്നാണ് എനിക്കും അങ്ങനെ തന്നെ. അശ്വതി, അവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. നമുക്ക് ഈ സാഹചര്യം കണ്ടാൽ മനസ്സിലാകുമല്ലോ എന്തായാലും ഒരു വലിയ ബുദ്ധിമുട്ടാണ് ഇവർ പറയുകയും ചെയ്യുന്നത്. മോനെ, ഇതിപ്പോൾ എത്ര വർഷമായി തുടങ്ങിയിട്ട്? നമ്മൾ 4 വർഷമായി എന്നല്ലേ? 3-4 വർഷം ഇവനെ ഉപദ്രവിക്കാൻ തുടങ്ങിയിട്ട്. എന്നെ കുറേ കാലം ഉപദ്രവിച്ച്. അപ്പോൾ എല്ലാവരും ഇതുപോലെ വന്ന് ഒത്തുതീർപ്പാക്കും, പോവും, ഒരാഴ്ച നേരെ പോവും, വീണ്ടും ഇതിപ്പോൾ സഹി കെട്ടതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാനിത് ഇപ്പോഴും പറയൂലായിരുന്നു. മോനെ ഉപദ്രവിക്കാൻ തുടങ്ങിയത് കൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്.